ഹായ് ഓൾ. അപ്പം നമ്മുടെ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മെഡിക്കൽ കോളേജിന്റെ മുന്നിലാണ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കുട്ടികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വേഗം വന്നോ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം എളുപ്പമായിരുന്നു. ഈ കറണ്ട് അഫയർ സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം സ്പോർട്സും സന്തോഷ് ട്രോഫി പോലുള്ള ഉണ്ടായിരുന്നു. സയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സയൻസ് ഈസി ആയിരുന്നു. പിന്നെ നമ്മളെ മാത്സ് പാർട്ടോ? മാത്സ് വളരെ ഈസി ആയിരുന്നു. സ്കോറിംഗ് ആയിരുന്നു. ഒരു 80 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പാണ് കിട്ടും. ബാക്കി ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. ഏത് എക്സാം ആണ് നോക്കുന്നത്? കമ്പനി ബോർഡാണോ റിസൾട്ട് ആണോ? എനിക്ക് കമ്പനി ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ മാത്സ് ഒക്കെ നല്ല എളുപ്പമാണ്. മാത്സ് എളുപ്പമായിരുന്നു. ജി.കെ. പാർട്ടോ എളുപ്പമായിരുന്നു. സയൻസിന്റെ പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ +2 10th ബേസ് ലെവലായിരുന്നു. ബാക്കിയുള്ള സബ്ജക്ട് ഹിസ്റ്ററി ഒക്കെയോ? ഹിസ്റ്ററി കുറച്ച് ഇതായിരുന്നു. മൗലിക അവകാശങ്ങളൊക്കെ കുറച്ച് അതിന്റെ ഡീപ്പ് ഉണ്ടായിരുന്നു. കാരണം ചൂസ് ചെയ്യുന്ന തെറ്റായവയൊക്കെ കണ്ടുപിടിക്കുന്ന കുറെ ഉണ്ടായിരുന്നു. അതൊരു ഇതായിരുന്നു. ബാക്കിയെല്ലാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം വായിക്കുന്നവർക്ക് കിട്ടുന്ന രീതിയില അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയത്. ശരി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചിലത് കുറച്ച് പാടായിരുന്നു. ബാക്കിയെല്ലാം കുഴപ്പമില്ല. വായിച്ചാ കിട്ടുന്ന തന്നെയാണോ? ചില കൺഫ്യൂഷൻ വരും. മാത്സിന് നല്ല എളുപ്പമായിരുന്നു. മാത്സ് നല്ല എളുപ്പമായിരുന്നു. അതെ, ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ മാത്സ് വലിയ സീനില്ല. പേടിച്ച സബ്ജക്ട് മാത്സ് ആണോ? അല്ല, മാത്സ് ഒരുവിധം അറിയാവുന്നതാണ്. ശരി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എളുപ്പമുണ്ടായിരുന്നു. ഒരു 80+ ഒക്കെ എന്തായാലും കിട്ടും. അപ്പൊ ക്ലാസ് ഇരുന്നുകൊണ്ട് ചോദിക്കാം, സയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കിട്ടിയായിരുന്നു എല്ലാ ജോലിയും? കുഴപ്പമില്ല, സെറ്റ് ആയിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. കറണ്ട് അഫയർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. മാത്സ് പാർട്ട് എളുപ്പമെന്നാണ് കേട്ടത്. എളുപ്പമാണ്, വേറെ ഒരു പ്രശ്നമില്ല. എക്സാം പ്രശ്നമില്ല. അത്യാവശ്യം നമുക്ക് പഠിച്ചാൽ എഴുതാൻ പറ്റുന്ന എക്സാം ആണ്. സെറ്റ് ആയിരുന്നു എല്ലാം. ഓക്കെ ശരി. PSC പഠിക്കുന്നതാണോ? നോക്കുന്നുണ്ട് PSC. അപ്പൊ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? ഏകദേശം അത് തന്നെയാണ്. ഒരു ടഫ് എന്ന് പറയാൻ പറ്റുമോ ക്വസ്റ്റ്യൻ? ഇല്ല. ഏതെങ്കിലും ഒരു സബ്ജക്ട് എന്തെങ്കിലും പാടായിട്ട് തോന്നിയായിരുന്നു? ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഇച്ചിരി ടഫായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. മാത്സ് ഭയങ്കര എളുപ്പമെന്നാണ് പറഞ്ഞത്. ഓക്കെ, സെറ്റ്. എക്സാം എളുപ്പമല്ലായിരുന്നോ? വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സയൻസും പാർട്ടൊക്കെ മാത്സ് നല്ല എളുപ്പമായിരുന്നു. കറണ്ട് അഫയർ ഒക്കെ കുഴപ്പിച്ചോ? ഇല്ല, എളുപ്പമായിരുന്നു. ടോട്ടലി എളുപ്പമായിരുന്നു. ഈ നമ്മുടെ ജോഗ്രഫി ഒക്കെയോ? ജോഗ്രഫി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കുറച്ച് പാടായിരുന്നു വായിച്ചെടുക്കാനൊക്കെ ആയിട്ട്. വേറെ ഓൾ ഓവർ എളുപ്പമായിരുന്നു. സമയം പോകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എല്ലാം സമയം പോകുന്നതാണ്. ഏകദേശം എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു? സ്റ്റേറ്റ്മെന്റ് 10ഓളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 10ഓളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് ഒന്ന് നോക്കി മാനേജ് ചെയ്തില്ലെങ്കിൽ സമയത്തിലൊരു പ്രശ്നം ഉണ്ടോ? ഓക്കെ. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ? അപ്പൊ പരീക്ഷ എല്ലാം എളുപ്പമുണ്ടായിരുന്നോ? പഠിച്ചെല്ലാം വന്നായിരുന്നു. ഔട്ട് ഓഫ് സിലബസ് ചോദ്യം അങ്ങനെ വല്ലതും തോന്നിയായിരുന്നു? ഒന്നുമില്ലായിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് ആണോ? അതെ, ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വലിയ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. മാത്സ് എളുപ്പമെന്നാണ് കേട്ടത്. മാത്സ് എളുപ്പമാണോ? മാത്സ് എളുപ്പമായിരുന്നു. അങ്ങനെയാണ് ജി.കെ. പാർട്ടോ? എളുപ്പമുണ്ടായിരുന്നു. കറണ്ട് അഫയർ സെക്ഷനും വലിയ സീനില്ല. അപ്പൊ പരീക്ഷ നോർമലി ഒരു ന്യൂട്രൽ പരീക്ഷ, സീനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.